like a Hellcat. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിന്യൂസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേര് ഹൈദരാബാദ് ബിരിയാണി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് തൈര് ചേർക്കുകയാണ്. ആവശ്യത്തിന് നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് തൈര് എടുത്താൽ മതി. ഞങ്ങളിവിടെ 4 ടീസ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില മിക്സ് ചെയ്തത് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാണ്. ഇനി 1 സ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർക്കുകയാണ്. ഇനി നമ്മൾ ഉള്ളി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിലേക്കായിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 4 സവാള കട്ട് ചെയ്ത് ചേർക്കുകയാണ്. ഇത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് പെട്ടെന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇത് റോസ്റ്റ് ആവുന്ന സമയത്ത് ഇനി നമുക്കിത് റൈസ് ഉണ്ടാക്കാം. ഇനി നമ്മൾ ഇത് 1.5 കിലോന് പുതിർത്തി വെച്ച അരിയാണ്. നമ്മൾ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ടതാണ് ഇതിലേക്ക് ക്യാരറ്റും ഏലക്കായും പട്ടയും പൂവൊക്കെ ചേർത്തതാണ്. ഈ വെള്ളത്തിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്തിട്ടുണ്ട്. അത് ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവാള റോസ്റ്റ് ചെയ്യാൻ വെച്ചത് റെഡിയാക്കാം. ഇപ്പോൾ സവാള കുറച്ച് റോസ്റ്റ് ആയിട്ടുള്ളൂ. ഇനിയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവാനുണ്ട്. ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത സവാള ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മളിതിലേക്ക് കുറച്ചേ ചേർക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് റൈസിക്ക് ചേർക്കാനാണ്. ഇനി നമ്മളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. അത് ആദ്യം ചേർത്തിട്ടില്ല, ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി ഓപ്ഷനിലാണ്. നമ്മളിതിലേക്ക് മാഗി ക്യൂബ് ചേർക്കുകയാണ്. ഒട്ടും നിർബന്ധമില്ലാത്തൊരു സാധനമാണ്. ഇനി നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ ഒന്നും ചേർക്കുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലാണ് ഇത് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്.
ഇറച്ചി നല്ല അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഡാൽഡ ചേർക്കുകയാണ്. ഡാൽഡ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് ഡാൽഡ ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരമണിക്കൂർ മാറ്റി വെച്ച ചിക്കൻ ചേർക്കുകയാണ്. ഇതിൽ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി നമ്മൾ റൈസ് ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇനി മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിൻ്റെ ഇലയും മിക്സ് ചേർക്കുകയാണ്. ഇനി ക്യാരറ്റ് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ബിരിയാണി മസാല ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് റോസ് വാട്ടർ ചേർക്കുകയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ലെയർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 6 kg നെയ്യ് ചേർക്കുകയാണ്. നമ്മൾ മസാലയിൽ നിന്ന് കുറച്ച് ഡാൽഡ മാറ്റി വെച്ചിരുന്നു, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മളിതിലേക്ക് കുങ്കുമ കളർ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ദമ്മിടുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും വേണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോ ആയിട്ട് റിന്യൂസ് വേൾഡ് വീണ്ടും വരാം. ബൈ, ടേക്ക് കെയർ.